ഹലോ ഗൈസ്, വെൽക്കം. വണക്കം. അഹാന കൃഷ്ണ എക്സ്ക്ലൂസീവ് തുടങ്ങി. എന്താ എക്സ്ക്ലൂസീവ് എന്നല്ലേ നിങ്ങൾ കണ്ടോ? ഇത് വീഡിയോ കാണുന്നതിന് മുമ്പ് കമന്റ് ചെയ്യുന്നവർ ദയവായി ഒന്ന് കണ്ടിട്ട് അത് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നമുക്ക് ആദ്യം കാണാം. അമ്മ പറയുന്നത് അനുസരിക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. പലപ്പോഴും അമ്മ പറയുന്നത് അനുസരിക്കാത്തത്. നമ്മളെ മലയാളികളിലെ മലയാളം യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കെ ഫാമിലി ശരിക്കും പറഞ്ഞാൽ അത്രയും ആൾക്കാർ ഭയങ്കര ഫാൻസ്, ഫോളോവേഴ്സ്. കൃഷ്ണകുമാർ ആൻഡ് ഫാമിലി, അദ്ദേഹത്തിൻ്റെ വൈഫ്, അദ്ദേഹത്തിൻ്റെ മക്കൾ, എല്ലാവരും നമുക്ക് എല്ലാവർക്കും വളരെ പരിചയം. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളും അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നത് വളരെ വലിയ ചർച്ചയാവും. നല്ലതും ആവും, ചിലത് ഇച്ചിരി ഇതായിട്ടും മാറും, വിമർശനങ്ങളും വരാറുണ്ട്. പക്ഷേ ഇപ്പം ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ വായിച്ച സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ച് നടി അഹാന കൃഷ്ണ, പുറകെ നമുക്കത് കാണാം എന്താണ് സബ്സ്ക്രിപ്ഷൻ എന്നുള്ള കാര്യം. മാസം 260 രൂപയാണ് സബ്സ്ക്രിപ്ഷൻ റേറ്റ്. ഇപ്പുറത്ത് കാണിച്ചിട്ടുണ്ട് AK എന്ന് വെച്ചാൽ അഹാന കൃഷ്ണ ആൻഡ് യു സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് സബ്സ്ക്രൈബേഴ്സ് ടു സി എക്സ്ക്ലൂസീവ് കോണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്തുള്ള ഒരു സംഭവമാണ്. ഇതിനകത്ത് 299 എന്താണ് ഈ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഈ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയോ എക്സ്ക്ലൂസീവ് കാണാം എന്നുള്ള രീതിയിലാണ് ഈ പോസ്റ്റുകളൊക്കെ. അതിന്റെ കമന്റ് ബോക്സുകളിൽ അതിനെ ആൾക്കാരുടെ ചിന്ത ഇങ്ങനെയാണ്: പുതിയ വണ്ടി വാങ്ങിയില്ലേ CC അടയ്ക്കാൻ. അതായത് ഇത് പുതിയ വണ്ടി ഇപ്പോൾ ഇറക്കിയല്ലോ പുള്ളിക്കാരത്തി, ഒരു X5 എടുത്തിട്ടുണ്ടായിരുന്നു BMW. അപ്പോൾ അതിന് ഏതാണ്ട് ഒരു കോടിക്ക് മേളിൽ, അപ്പോൾ 1.5 crores വരും ഓൺ റോഡ് പ്രൈസ്. അപ്പോൾ ആ ഒരു വണ്ടി എടുത്തതിന് CC അടയ്ക്കാനെന്ന്. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ മറ്റേതല്ല, വിവരമുള്ള ആൾക്കാരുണ്ട്. അതായത് ഈ പറഞ്ഞ സബ്സ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ ഉടനെ തന്നെ ഈ സ്ത്രീകളെല്ലാവരും കൂടെ നമ്മുടെ എല്ലാം എടുത്ത് തുറന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. കാരണം കുറച്ച് മുമ്പ് ഞാൻ ചെയ്ത വീഡിയോയ്ക്കകത്ത് ഇത് സൂചിപ്പിച്ച് പോയിട്ടുണ്ട്, മറ്റൊരു വീഡിയോ വിശദമായിട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വ്യക്തതയും കൂടെ വരുത്താൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ വീഡിയോ. അപ്പം സബ്സ്ക്രിപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ സബ്സ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്കൊരു പ്രത്യേകതര കഴിവുകളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന, ഒരുപാട് ഫാൻസൊക്കെ ഉള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളുണ്ടാവും. ഈവൻ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള ചാറ്റുകൾ, പേഴ്സണലായിട്ടുള്ള പലതരത്തിലുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ. അതല്ല, നേരത്തെ പറഞ്ഞ നല്ല പാട്ട് പാടാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ പാട്ട് എക്സ്ക്ലൂസീവായിട്ട് ആൾക്കാർക്ക് പേയ്മെൻറ്റ് തന്നാലേ അത് കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ, പാട്ട് കേൾക്കാൻ പറ്റുള്ളൂ. പേയ്മെൻറ്റ് തന്നാൽ മാത്രമേ എക്സ്ക്ലൂസീവായിട്ട് ചില അവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, ആ സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അവരുടെ മേക്ക് ഓവറുകൾ, ഡേ ഇൻ മൈ ലൈഫുകൾ, മേക്കപ്പുകൾ, മറ്റു പലതും ചിലതൊക്കെ അങ്ങനെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റീസ് ആൺ-പെൺ ഭേദമന്യേ, ലിംഗഭേദമന്യേ സബ്സ്ക്രിപ്ഷൻ സംഭവം വെച്ചിട്ടുണ്ട്. പക്ഷേ അഹാന കൃഷ്ണ സബ്സ്ക്രിപ്ഷൻ വെച്ചതല്ല, മറ്റൊരു തരത്തിലേക്കുള്ള രീതിയിലേക്കാണ് ഈ സംഭവത്തിൻ്റെ കുറേ അധികം ചർച്ചകൾ വരുന്നത്. അതായത് പോസ്റ്റ് വരുന്നത് 260 രൂപയ്ക്ക് എന്ത് കാണാനാണ്, മനസ്സിലാകുന്നുണ്ട്? കാണിക്കുവോ? ഓക്കെ, എന്തൊക്കെ കാരണം, അതങ്ങനെ കുറേ മണ്ടമ്മ പാവം എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞില്ല. വെറും 299 രൂപയ്ക്ക് എക്സ്ക്ലൂസീവ് കോണ്ടന്റ് സബ്സ്ക്രിപ്ഷൻ, പുതിയ ബിസിനസ് ആലോചിച്ച് നോക്കണം. പുതിയ ബിസിനസ് സംരംഭം 299 രൂപയ്ക്കുള്ള എക്സ്ക്ലൂസീവ് സംഭവം, പുതിയ ബിസിനസ് സംരംഭം എന്ന് വരെ പറയുന്നു. അഹാന കൃഷ്ണയും കുടുംബവും മലയാളികൾക്ക് ഏറെ സുപരിചിതമാണ്. സിനിമയിൽ മാത്രമല്ല, അല്ലെങ്കിലും സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയുടെ താരങ്ങൾ വിശേഷങ്ങളെല്ലാം നടി പങ്കുവയ്ക്കാറുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് 2 കോടിയുടെ BMW, എൻ്റെ കണക്കിൽ 1.5 crores ആണ്. 2 കോടിയാണ്, അറിയുന്നിടത്ത് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് അറിയാം, എൻ്റെ ഒരു പരിമിതമായ അറിവിൽ 1 കോടിക്ക് മേളിലാണ്. ചിലപ്പോൾ 1.10 ആവുമായിരിക്കും അല്ലേ. ഇതാണ് ദിവസങ്ങൾക്ക് മുമ്പ് 2 കോടിയുടെ BMW അഹാന സ്വന്തമാക്കിയിരുന്നു. അതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അടുത്തത് ഓൺലൈൻ ക്ലോത്തിങ് ബ്രാൻഡ് അഹാനയും അമ്മ സിന്ധു, സഹോദരി ഇഷാനിയും ഹൻസികയും ചേർന്ന് ആരംഭിച്ചിരുന്നു. ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും യാത്ര ചെയ്യുന്ന സമയത്ത് തങ്ങൾക്ക് വേണ്ടി സാരികൾ വാങ്ങുമ്പോൾ എക്സ്ട്രാ പീസുകൾ വിൽപ്പന നടത്തുന്ന രീതിയിലാണ് അത് ആ ഒരു സംഭവം. ഇപ്പോഴത്തെ പണം സമ്പാദിക്കാൻ പുതിയ ഐഡിയയുമായിട്ട് എത്തിയിരിക്കുകയാണ് അഹാന കൃഷ്ണ. അത് വേറൊന്നുമല്ല, തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ സബ്സ്ക്രിപ്ഷൻ കൊണ്ടുവന്നിരിക്കുകയാണ് താരം. ഒരു മാസത്തെ സബ്സ്ക്രിപ്ഷൻ 299 രൂപയാണ്. ഇതുവരെ 556 പേർ നടിയുടെ ഇൻസ്റ്റാഗ്രാം, അത് നമുക്ക് ഇപ്പോൾ ക്ലാരിറ്റി വരുത്താൻ കേട്ടെ, 556 കൊടുത്തേക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അധികം വൈകാതെ അഹാനയുടെ വിവാഹം ഉണ്ടാകുമെന്ന സൂചന. സബ്സ്ക്രിപ്ഷൻ എടുത്തവർക്ക് മാത്രമോ വിവാഹ ചിത്രങ്ങളും വീഡിയോയും കാണാൻ പറ്റുകയുള്ള ചോദ്യം ആരാധകരിൽ നിന്ന് വരുന്നുണ്ട്. അഹാനയുടെ ഇൻസ്റ്റാഗ്രാമിൽ 30 ലക്ഷത്തിലധികം ഫോളോവേഴ്സാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം പ്രിഡിക്റ്റ് ചെയ്തൊക്കെ ആസ്ട്രോളജറിനെ പോലെയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിനകത്തുള്ള വ്യക്തത നമുക്ക് അഹാനയുടെ ആ ഒരു പേജ് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് ശ്രീമതി അഹാനയുടെ പേജ്, ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ. അപ്പം പുള്ളിക്കാരത്തേക്ക് 30 വയസ്സ് തികഞ്ഞതിൻ്റെ ഒരു സന്തോഷവും മറ്റുള്ള കാര്യങ്ങളൊക്കെ പങ്കുവെച്ചത്. എന്തായാലും നമ്മുടെ ഒരു ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് ടു അഹാന കൃഷ്ണ. എല്ലാം നല്ലതായിട്ട് വട്ടെ, നല്ല ജീവിതമൊക്കെ അടിപൊളിയായിട്ടാവട്ടെ. അപ്പം അഹാന കൃഷ്ണ അതാ ഈ കാർ എടുത്തു. നമ്മുടെ X5 എന്താണ് നമ്മുടെ എല്ലാവരുടെ സ്വപ്നതുല്യമായ ഒരു ആഗ്രഹത്തിൻ്റെ പെടുന്നൊരു സംഭവമാണ് ഒരു BMW ഒരു കാറ്. അപ്പം ഇത് BMW ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ ബ്രാൻഡുകളായിരിക്കാം. അപ്പോൾ ഈ പുള്ളിക്കാരത്തി കാർ എടുത്തു. അതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് ഈ ഒരു പ്രായത്തിൽ, ഈ ഒരു ഗ്രേറ്റ് അച്ചീവ്മെൻ്റ് ആണ്. അപ്പോൾ 30 വയസ്സ് പിന്നിടുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ തന്നെ സ്വന്തം കഷ്ടപ്പാടിൽ നിന്നുണ്ടാക്കിയത് എന്നുള്ള രീതിയിൽ വളരെയധികം എന്ന് വെച്ചാൽ
നമുക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്ത് അത് നേടുക എന്ന് പറയുന്ന സംഭവം ഒരു വളരെ നമ്മളെ സെൽഫിനെ പ്രൗഡാക്കുന്ന ഒരു സംഭവം. നമ്മളെ തന്നെ പ്രൗഡാവുന്ന ഒരു മൊമെൻറ്റാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് ആ പ്രൗഡാവുന്നുള്ള എല്ലാ സംഭവവും ഉണ്ട്. പക്ഷേ നമ്മളെ മാറ്റർ ഇതല്ലല്ലോ. ഇപ്പം നമ്മളിപ്പോൾ ഒരാളുടെ ഒരു ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ഇതിൽ തന്നെ കാണാം AKU എന്ന് തുടക്കത്തിൽ തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു ഇവിടെ കാണാം സബ്സ്ക്രൈബ് ടു സീ എക്സ്ക്ലൂസീവ് കോണ്ടന്റ്. ഈ ഒരു സാധനം അഹാന കൃഷ്ണ ചെയ്ത് വെച്ചിരിക്കുന്നതല്ല, ഇതൊരു ഫോർമാറ്റാണ്, നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു ഫോർമാറ്റാണ്. ഇതിൽ സബ്സ്ക്രൈബ് ബട്ടൺ എന്നുള്ള സാധനമുണ്ട്. ഇന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ അനങ്ങുന്നില്ല. എന്ത് പറ്റി നോക്കട്ടെ. ഈ സബ്സ്ക്രൈബ് എന്നുള്ള സംഭവം കൊടുത്തു, ഞാൻ ജസ്റ്റ് കൊടുത്തു. അതിനകത്ത് സബ്സ്ക്രൈബ് ടു അഹാന കൃഷ്ണ, അതിനകത്ത് എക്സ്ക്ലൂസീവ് കോണ്ടന്റ് 38 സ്റ്റോറീസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ 38 സ്റ്റോറീസ് എന്താണെന്നുള്ളത് നമുക്ക് പുറകെ നോക്കാം. സബ്സ്ക്രൈബേഴ്സ്, ബാഡ്ജ്, എക്സ്ക്ലൂസീവ് കോണ്ടന്റ്, ബിഹൈൻഡ് ദ സീൻസ്, ആസ്ക് മീ എനിത്തിങ്, ട്രിപ്പ്, ഇതൊക്കെ ഈ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു ഇതാണ്. ഇനി അവിടെ സ്റ്റോറി നോക്കിയാൽ ഇതിനകത്ത് കാണാം സബ്സ്ക്രൈബ് ടു അഹാന കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് അഹാന കൃഷ്ണ അതിനകത്ത് കൊടുത്തേക്കുന്നത് എന്താ, അഹാന കൃഷ്ണ അവരുടെ പുതിയ ഡ്രസ്സുകൾ ഇടുന്നത്, അങ്ങനെ കുറേ അധികം സംഭവങ്ങളൊക്കെയാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. അല്ലാതെ ഇതിനകത്ത് വേറെ പ്രത്യേക സബ്സ്ക്രൈബ് സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫ് ഗോയിങ് സ്ട്രോങ്, അവരുടെ ഡേ ഇൻ മൈ ലൈഫും അവരുടെ വ്യക്തിപരമായിട്ട് അവരുടെ സബ്സ്ക്രൈബേഴ്സിന്, വളരെ പ്രീമിയം ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനോട് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്ന വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സംഭവം. അതൊരിക്കലും മറ്റേ അർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ഞാനൊരു കാര്യം വെച്ചോട്ടെ, ഈ തുണി അഴിച്ചിട്ട് കാണിക്കുന്ന പെണ്ണുങ്ങളെന്ന് പറഞ്ഞിട്ടുള്ള പരാമർശത്തിലാണല്ലോ അഹാനയും കൂടെ പെടുത്താൻ ശ്രമിച്ചത്. എങ്കിലും ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, മറ്റുള്ള പല ഹാൻഡിലുകളായിക്കോട്ടെ, നമ്മുടെ ഒരുപാടുണ്ട്, ഇന്റർനാഷണലി ഒരുപാട് ഇതൊക്കെ ഉണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ ആൺപെൺ ഭേദമല്ലാതെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. സ്ത്രീകൾ ഇങ്ങനെ തുണി കഴിക്കുന്നതാണല്ലോ പ്രശ്നം. അപ്പം ഇത് കാണുന്നതാരാ? പുരുഷന്മാരല്ലേ. അപ്പോൾ ഈ പൈസ കൊടുത്ത് സബ്സ്ക്രിപ്ഷൻ എടുത്ത് അവർ പറയുന്ന ലൈവുകളൊക്കെ കുത്തിയിരുന്ന് കണ്ട് ആ ഒരു സംഭവം ചെയ്യുന്ന അവരെ എന്ത് പറയും? താല്പര്യമാണ്. കാണുന്നവർ കാണണം, കാണാത്തവർ കാണണ്ട. അതിന് നമ്മുടെ ആ ഒരു സംഭവങ്ങൾ എക്സ്ക്ലൂസീവ് എന്നുള്ള സംഭവങ്ങളെല്ലാം ഈ പറഞ്ഞ തുണി കഴിച്ച് കാണിക്കുക എന്നുള്ളൊരു കാര്യം ജനറലൈസ് ചെയ്ത് എക്സ്ക്ലൂസീവ് എന്നുള്ള സംഭവം കുറച്ച് കാലത്തിനും ഇത് എക്സ്ക്ലൂസീവ് ഇൻസ്റ്റഗ്രാമിൽ വന്ന സമയത്ത് ഇത് എന്ത് സാധനമാണെന്ന് പോലും അറിയാതെ ഒരു ദിവസം ഞാനും എക്സ്ക്ലൂസീവ് അങ്ങോട്ട് ഓണാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ പല സ്ഥലങ്ങളിൽ ഈ സാധനം പല രീതിയിലേക്ക് ആണല്ലോ എന്ന് പറഞ്ഞ് ഞാനെന്ത് എക്സ്ക്ലൂസീവ് കാണിക്കാൻ, എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഇപ്പം നമ്മൾ പാട്ട് പാടിയിടുന്നെങ്കിൽ അത് അങ്ങനെ ഇടും, അല്ലെങ്കിൽ എഴുതിയിടുന്നതിന് അതിനെ എഴുതും. അതിന് എക്സ്ക്ലൂസീവ് ആയിട്ട് ആരും സബ്സ്ക്രിപ്ഷൻ എടുത്ത് കാണേണ്ട ഒരു കാര്യമില്ല. അതിന് വേണ്ടിയിട്ട് മാത്രം പ്രീമിയം ആയിട്ടുള്ള ഒരു സാധനം ഞാൻ ചെയ്യുന്നില്ല. ഷഹാനയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരാളാണ്. അപ്പം ആ ഒരു സംഭവത്തിനകത്ത് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്യാം. എന്ന് വെച്ചാൽ എന്ത് ചെയ്യാം, അവരുടെ ഡേ ഇൻ മൈ ലൈഫ്, മറ്റുള്ള സംഭവങ്ങൾ, ആക്ടിവിറ്റീസ്, കാര്യങ്ങളൊക്കെ കാണിക്കാം. അപ്പോൾ ഇതിട്ട് ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് 30 ഓക്കെ. ഇതിനകത്ത് വേറെ 200, ഞാൻ നോക്കിയപ്പോഴേക്കും 200 സംതിങ് ആൾക്കാരാണ് ഇതിനകത്ത് സബ്സ്ക്രിപ്ഷൻ എടുത്തിരിക്കുന്നത്. മറ്റല്ല 500 സംതിങ് അല്ല, 225 സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളത്. മനസ്സിലാവുന്നുണ്ട്? അതായത് 225 പേരേ ഉള്ളൂ. 500-ലധികം ആൾക്കാരൊക്കെ സബ്സ്ക്രിപ്ഷൻ ഓൾറെഡി എടുത്തു എന്നൊക്കെ പറഞ്ഞ്. അഹാനയ്ക്ക് ഇപ്പം 3.1 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. അത് ചിലപ്പോൾ ഫ്യൂച്ചറിൽ കൂടായികയില്ല. പക്ഷേ ഇപ്പോൾ നിലവിൽ അഹാനയ്ക്ക് ഇപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ അകത്തത്ര അങ്ങനെ ഇതിനകത്തൊന്നും വന്നിട്ടില്ല. പക്ഷെ അവരതിനകത്ത് ഡേ ഇൻ മൈ ലൈഫ് എന്ന് വ്യക്തമായി പച്ച മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് ആരും എക്സ്ക്ലൂസീവ് ഇടുന്ന ഒരു ഗായകൻ, അദ്ദേഹത്തിൻ്റെ ഓൺലൈൻ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ നോക്കുമ്പോൾ ഒരു എക്സ്ക്ലൂസീവ്, ഒരു ഗായിക, ഒരു എക്സ്ക്ലൂസീവ്, ഒരു അഭിനേത്രി എക്സ്ക്ലൂസീവ് എന്നുള്ള സംഭവം കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ വിചാരിക്കരുത് ഇവരെല്ലാവരും അങ്ങ് തുറന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുള്ള ഒരു തെറ്റിദ്ധാരണയും ഒരു ജനറലായിട്ടുള്ളൊരു ചിന്താഗതിയും മാത്രമാണ്. അങ്ങനെയൊന്നുമല്ല. ഓൺലി ഫാൻസിൻ്റെ അകത്ത് വരെ അതിനകത്ത് എന്തെല്ലാം പാട്ട് പാടുന്ന ആൾക്കാരുണ്ട്, പലതരം ഡ്രംസ് വായിക്കുന്ന, ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്ന, മറ്റ് പലതരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളുള്ള ആൾക്കാരൊക്കെ അതൊക്കെ ചെയ്യുന്നവരുണ്ട്. അതിനെല്ലാത്തിനെയും നമ്മൾ ഓരോരുത്തരും ഈ ഇതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യരുത്. ഇത് ഫേസ്ബുക്കിൻ്റെ അകത്ത് ഒത്തിരി പോസ്റ്റുകൾ ഇതിനെക്കുറിച്ച് വന്നിട്ടുണ്ട്. അഹാന കൃഷ്ണ 299 പേർക്ക് അഹാന കൃഷ്ണ എക്സ്ക്ലൂസീവ് തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ വരുന്നുണ്ട്. അല്ല 1-2 പോസ്റ്റ് മാത്രമാണ്. ചിലതിലൊക്കെ കമൻസൊക്കെ വളരെ മോശം. സോ എന്തായിരുന്നാലും ഗൈസ്, ഇത് നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ ഒരു അറിവിലേക്ക് വേണ്ടിയിട്ട് മാത്രം, അല്ലാതെ എക്സ്ക്ലൂസീവ് എന്നുള്ള സാധനം കണ്ട ഉടനെ തന്നെ ഒരാൾ മോശക്കാരിയാണെന്നും മോശക്കാരനാണെന്നും ആരും മുദ്ര കുത്താൻ നിൽക്കേണ്ട. അത് അവരുടെ പേഴ്സണലായിട്ടുള്ള, അവർക്ക് ചില വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസാണ്. അതിന് പൈസ കൊടുത്താൽ മാത്രമേ കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് വേറെ അർത്ഥങ്ങളൊന്നും മാനങ്ങളൊന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ അത് കാണാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരെ കുറിച്ച് എന്ത് പറയേണ്ടി വരും? സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് KK ഫാമിലി ഇഷ്ടമാണോ, അഹാന കൃഷ്ണ ഇഷ്ടമാണോ, അതോ ആ കുടുംബത്തിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരുടെ പേര് പറയും? സോ ഗൈസ്, കമൻറ്റ് ചെയ്യൂ. അടുത്ത വീഡിയോ കാണുന്നത് ഗൈസ്.